ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ ബാലചന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ മറ്റന്നാകുമ്പോഴേക്കും അങ്ങോട്ട് എത്താം ബാലചന്ദ്ര, ഞാൻ ന്യൂയോർക്കിലായിരുന്നു, ഞാൻ ഇന്ന് എത്തിയിട്ടില്ല, ഞാൻ ഡൽഹിയിലാണ്, ഞാൻ നാളെ കഴിഞ്ഞ് അവിടേക്ക് എത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലചന്ദ്രനെ ഒന്ന് ക്ഷമിച്ചുകൂടെ, എന്തിനാ ഇനി ഈ പ്രശ്നത്തിന് വീണ്ടും വലുതാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ല, ഇനി 23 വർഷം പുറകോട്ട് പോയിട്ട് തെറ്റൊന്നും ശരിയാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ട് ഗംഗേട്ടൻ വീട്ടുകാരോട് പറയാത്തതെന്ന് പറഞ്ഞു. ഞാനിത് വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലീന പോയി ആത്മഹത്യ ചെയ്യും, കാരണം അവൾ ആ കുട്ടികളുടെ മുന്നിൽ നാണം കിട്ടിയിട്ട് പിന്നെ ജീവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് മറ്റന്നാൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗംഗേട്ടൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ ഗോവർദ്ധനൻ നമ്മുടെ രാജീവിനോടും ശിവനോടും ചോദിക്കുന്നുണ്ട്, ബില്ലൊക്കെ പേ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബില്ലൊക്കെ ബാലചന്ദ്രൻ പേ ചെയ്തോളെന്ന് രാജീവൻ പറയുന്നുണ്ട്, കാരണം അവൻ്റെ ഭാര്യയല്ലേ, നമ്മളെന്തിനാ പേ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഗോവർദ്ധനൻ വീട്ടിൽ പോയിട്ട് ബാലചന്ദ്രനോട് ചോദിക്കണ്ട, ബില്ലൊക്കെ ആരാ പേ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നത്, അവനൊരാണാണെങ്കിൽ എന്നോട് ചോദിക്കണ്ടേ, പിറ്റേ ദിവസം ഞാൻ വരുന്ന വരെ കാത്തിരിക്കേണ്ടേ, ഞാനാണോ ബില്ല് അടയ്ക്കേണ്ടത് അതോ അവരാണോ അടയ്ക്കേണ്ടതെന്നൊന്ന് ചോദിക്കേണ്ടത്, അതല്ല അതിൻ്റെ മര്യാദ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് അലീന ചേച്ചി ഇങ്ങനെ കിടക്കണം കണ്ടിട്ട് വിഷമാവണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ, വിഷമമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത്, അല്ലാതെ അഭിനയിക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ എന്തായാലും വൈജയെ കാണാൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വൈജയുടെ മുന്നിൽ നിന്നിട്ട് ആലോചിക്കുന്നുണ്ട്, അവൾ പറഞ്ഞതൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവൾ പറഞ്ഞ അവസാന മിനിറ്റ് തന്നെ പറഞ്ഞ് ഇറങ്ങിപ്പോയി, നിങ്ങളുടെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാം ക്ഷമിച്ചുകൊണ്ട് പിന്നെയും ഞങ്ങളുടെ കൂടെ ഭാര്യയായിട്ട് പിന്നെയും ജീവിക്കാൻ സമ്മതമാണ്, പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അലീനെ പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ എന്തൊക്കെ ആലോചിച്ചിട്ട് വിചാരിക്കുന്നുണ്ട്, സ്വന്തം മകളെയാണ് നീ പുറത്താക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കണേ, അതൊന്നും നിനക്ക് അറിയണില്ലല്ലോ വൈജയ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.